Greet you all in the matchless name of our Lord and Savior Jesus Christ this evening time. It's a great privilege in our lives to come together and praising God's name and blessing His name and studying from the Word of God, especially from the book of Revelation, by remembering God's faithfulness upon every one of us in the previous days. And this evening time, as we are gathering in the presence of God, as we are entering into the Revelation chapter 4, we know that in the last class we just started learning about the eschatological events. And also the last point that we were discussing was based on Revelation chapter 1, verse 19. We already went through all those portions like the three things of vision, the three things of the vision, like, the first thing was the things which you have seen, the things which Apostle John was seeing. അപ്പോസ്തലനായ പൗലോസ് കണ്ടതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയുന്നു. ചാപ്റ്റർ 1 വേഴ്സ് 19 അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ദ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് ആയിരുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കും, മഹത്വീകരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയാണ്, വിഷനാണ് താൻ പ്രാപിക്കുവാൻ തക്കോണമിടയായത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദ തിങ്സ് വിച്ച് ആർ, ഇപ്പോഴുള്ളത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 19. അതിൻ്റെ അർത്ഥം ദ കണ്ടീഷൻസ് ഓഫ് ദ ചർച്ച്. വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഓഫ് ദ ചർച്ച്, the 7 churches, and not only the 7 churches, but also all over the world. Today also you can see different conditions are there, different, experiences are there in each church. So we've been listening to that in the previous classes, the things which are ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. And the third thing is very important, and that is what we are going to learn in these days, that things which will take place after these things, അതായത് ഇതിനൊക്കെയും ശേഷമായിട്ട് സംഭവിക്കാൻ പോകുന്ന ദ ഫ്യൂച്ചർ തിങ്സ്, അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ ഈവൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, ഫ്രം ചാപ്റ്റേഴ്സ് 4 to 22. സോ ദിസ് ഈസ് ദ തേർഡ് പോർഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ മൂന്നാമത്തെ തിങ് എന്ന് പറയുന്നത്, ദ തിങ്സ് വിച്ച് വിൽ ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദീസ് തിങ്സ്. അതായത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ടതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ കണ്ടു. അതിനുശേഷം യോഹന്നാന് ദൈവം കൊടുത്ത ദർശനം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന സഭകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ അവസ്ഥ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ദ സെയിം ടൈം ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ്, അല്ലെങ്കിൽ ആഫ്റ്റർ all these things are happening today, but in future what is going to happen, the future things, സ്കറ്റോളജിക്കൽ ഈവൻസ് എന്താണ്, അതിനെക്കുറിച്ചാണ് പിന്നീട് മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ with the first 3 chapters mainly we were studying that the things which you have seen, that means the vision of glorified Jesus Christ, the things which are, that means the conditions of the church, and the third thing that we are going to look into is the things which will take place after these things. ഇതിനെല്ലാം ശേഷമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം, means the future things or the eschatological events from chapter 4 to 22. Okay. And also, when we study about the third thing, ഈ മൂന്നാമത്തെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ചാപ്റ്റർ 4 തൊട്ടാണല്ലോ. സോ ഇൻ ചാപ്റ്റർ 4 and 5, second coming of Jesus Christ or return of Jesus Christ and the rapture of the church. അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ റിട്ടേൺ, മടങ്ങി വരവ് സംഭവിക്കുന്നു. And also at the same time the rapture of the church is going to happen. 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതാണ് കാണുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അതോടൊപ്പം സഭയുടെ ഉൽപ്രാപണവും സംഭവിക്കാനായിട്ട് പോകുന്നു. അതൊക്കെ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതായതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിക്കകത്ത് ഇതെല്ലാം പെടുന്നത്. ആൻഡ് അബൌട്ട് ചാപ്റ്റർ 6 to 19, 6-ാം അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെ, the 7 years of great tribulation,
അതായത് 6 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ എന്താണ് 7 വർഷത്തെ മഹാപീഡന കാലം അല്ലെങ്കിൽ മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് 6 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ കടന്നു വരാൻ പോകുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ക്രോധകലശത്തെക്കുറിച്ചും the wrath of God. No, totally you can see we are going to study about the 7 years of great tribulation. വലിയൊരു മഹോപദ്രവത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് 6 to 19 ചാപ്റ്റേഴ്സിൽ കാണാൻ സാധിക്കും. ബട്ട് ഇൻ ചാപ്റ്റർ 20, 20-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ദ മില്ലേനിയൽ കിങ്ഡം ഓഫ് 1000 years, 1000 വർഷത്തെ എന്താണ് സഹസ്രാബ്ദ കാലഘട്ടത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 20-ൽ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം chapter 21 and 22, the final chapters of the book of Revelation, chapter 21 and 22. It is new heaven and new earth and also eternity. അതായത് പുതിയ ആകാശം, പുതിയ ഭൂമി, നിത്യത, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ 21-ലും ചാപ്റ്റർ 22-ലും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചാപ്റ്റർ 1 to 3 എന്തായിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. ചാപ്റ്റർ 4 and 5-ൽ എന്താണ്, ചാപ്റ്റർ 6 to 19-ൽ എന്താണ്, ചാപ്റ്റർ 20-ൽ എന്താണ്, പിന്നെ ഫൈനൽ ചാപ്റ്റേഴ്സ് ആയ 21-ലും 22-ലും എന്താണെന്ന് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. So I think we won't be able to follow the method of verse by verse study when we are moving forward in the upcoming classes, because it is not easy for us to go through these chapters according to that method, but I'm planning to pick some of the important topics and also some of the important headlines from each chapter. ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചില വിഷയങ്ങൾ എടുക്കുകയും അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ടേക്കിംഗ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം ഈച്ച് ചാപ്റ്റർ and we will try to explain those topics only. Okay, but we will be trying to cover almost all the chapters of the book of Revelation systematically in our studies. ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അവിടുന്ന് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറയുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില പ്രത്യേകമായിരിക്കുന്ന ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങളെ എടുത്ത് ചിന്തിക്കാനാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വിചാരിച്ച് ഒരു ചാപ്റ്റർ ഒരു വാക്യവും വിടത്തില്ല, എല്ലാം കവർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം വി വിൽ ബി ഫോക്കസിങ് ഓൺ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് topics that will be easy for us to learn all these things. Okay, and also I told you earlier, some of you may be feeling a bit difficult to grasp the topics mentioned in chapters 4 to 22. ഇത് ഒരു പക്ഷേ ഇത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്ന ഉടനെ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം അത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ബട്ട് I'll do one thing. I'll try my level best to make it very easy to understand, and the necessary topics are there which will build you up your spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉതകുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്തെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട. നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, ആൻഡ് ഐ വിൽ ട്രൈ ടു അവോയ്ഡ് ദി അൺനെസസറി ടോപ്പിക്സ് ഫ്രം ദീസ് ചാപ്റ്റേഴ്സ് വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അവർ സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, സോ we will be moving forward in that way and that method. So now let us come to chapter 4, Revelation chapter 4. 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കാം. Chapter 4 verses 1 and 2. After this I looked, and there before me was a door standing open in heaven. And the voice I had first heard speaking to me like a trumpet said, "Come up here, and I will show you what must take place after this." At once I was in the Spirit, and there before me was a throne in heaven, and someone sitting on it. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, "ഇവിടെ കയറി വരിക,
മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. Okay. In chapter 4, verse 1, already we read that one, that we see that John is receiving the beautiful vision of heaven and the throne of Jesus Christ. ഇതാണ് യോഹന്നാന് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. മനോഹരമായിരിക്കുന്ന ഒരു ദർശനമാണ്. ആ ദർശനം എന്താണ്? സ്വർഗത്തെ കാണുന്നു. ആ സ്വർഗത്തില് ഒരു സിംഹാസനം ഇരിക്കുന്നു. ആ സിംഹാസനത്തിൽ മേൽ യേശു ക്രിസ്തു ഇരിക്കുന്നു. ഈ ഒരു കാഴ്ചയാണ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. And also he heard a voice like the sound of trumpet. He heard a voice like the sound of trumpet and said, "Come up here and I will show you what must take place after these things." അപ്പോൾ യോഹന്നാൻ ആ ശബ്ദം കേൾക്കുകയാണ്, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. So in his vision or in the spirit, he reached to heaven and watching many things in heaven just like a movie. ഒരു പിക്ചർ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മൂവി കാണുന്നത് പോലെ യോഹന്നാൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുകയും ആ സ്വർഗത്തിന്റെ അനുഭവത്തെക്കുറിച്ച് സ്വർഗത്തിൽ എന്തൊക്കെയാണ് താൻ കാണുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ട് താൻ അത് എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വേഴ്സ് 1-ൽ, ചാപ്റ്റർ 4 വേഴ്സ് 1-ൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചാപ്റ്റർ 2-ലോട്ട് വേഴ്സ് 2-ലോട്ട് നമ്മൾ പോകുമ്പോൾ വേഴ്സ് 2 says he saw a throne in heaven. അവിടെ ഒരു സ്വർഗത്തിൽ എന്ത് കണ്ടു? ഒരു സിംഹാസനം താൻ കണ്ടു. And one thing we have to keep in our mind is John is using the symbolic language to clarify the greatness and beauty of heaven, God and the church. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാനായിട്ട് യോഹന്നാൻ യൂസ് ചെയ്യുന്ന ഒരു സിംബോളിക് ലാംഗ്വേജ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. വേഴ്സ് 2-ല് പറയുന്നത് എങ്ങനെയാണ്? ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. Okay, so we need to understand one thing that, okay, John is using a symbolic language. ഒരു സാദൃശ്യീകരിച്ചിരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങളെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് യോഹന്നാൻ ശ്രമിക്കുന്നത്. So he is trying to clarify the greatness of heaven, the beauty of heaven, and the greatness of God and the greatness of the church. All these things that he is including in his vision when he is using the symbolic language. So now, let us study about the sixfold visions about the throne of heaven in chapter 4. ഇതൊക്കെയാണ് 6 വിധത്തിലുള്ളതായിരിക്കുന്ന വിഷൻസ് ഈ ദ ത്രോൺ ഓഫ് ഹെവൻ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ആദ്യത്തെ വാക്യങ്ങളിൽ കാണാൻ പോകുന്നതൊക്കെയാണ് 6-fold visions about the throne of heaven. അതായത് സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ 6 വിധത്തിലുള്ളതായിരിക്കുന്ന ദർശനമാണ് യോഹന്നാൻ ഈ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. Okay, you can see that screen, the 6 points are written there in the screen, and I am going to explain about those points one by one tonight. Okay, നമുക്ക് ഞാൻ ഒന്ന് വായിച്ചതിന് ശേഷമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. The first thing is on the throne, അതായത് സിംഹാസനത്തിന്മേൽ, on the throne, സിംഹാസനത്തിന്മേൽ. And the second thing is around the throne, അതായത് ഈ സിംഹാസനത്തിന് ചുറ്റിലും. ഈ സിംഹാസനം എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ആ സ്വർഗത്തിന്മേൽ സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനത്തിന്മേൽ യേശു ക്രിസ്തു ഇരിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ കൂടെ കാണിച്ചുകൊണ്ട് പറയുകയാണ് ഓൺ ദ ത്രോൺ ഉണ്ട്. അതായത് സിംഹാസനത്തിന്മേൽ ഉള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ്. റൗണ്ട് ദ ത്രോൺ ഉണ്ട്. സിംഹാസനത്തിന് ചുറ്റിലും എന്താണ് കാണുന്നതെന്ന് കാണുന്നു. മൂന്നാമതായിട്ട് ഫ്രം ദ ത്രോൺ, ആ സിംഹാസനത്തിൽ നിന്നും എന്താണ് വരുന്നത് കാണാൻ സാധിക്കുന്നത്. 4, ബിഫോർ ദ ത്രോൺ, സിംഹാസനത്തിന് മുൻപിൽ എന്താണ് കാണുന്നത്. And the 5th one is in and around the throne, അതായത്
അകത്തും പുറത്തുമായിട്ട്, അല്ലെങ്കിൽ അകത്തും പുറത്തുമായിട്ട് ചുറ്റിലുമൊക്കെ ആയിട്ടുള്ളതായിരിക്കുന്ന ചില കാഴ്ചകളെക്കുറിച്ച് അഞ്ചാമത് പറയുമ്പോൾ, ആറാമത്തെ കാര്യമാണ് ടുവേഴ്സ് ദ ത്രോൺ. ആ സിംഹാസനത്തിലേക്ക് എന്താണ് ചെല്ലുന്നത്? സിംഹാസനത്തിൽ നിന്നും എന്ത് വരുന്നു? സിംഹാസനത്തിന് ചുറ്റും എന്ത് സംഭവിക്കുന്നു? സിംഹാസനത്തിന്മേൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിട്ട് സിംഹാസനത്തിന് മുൻപിൽ എന്താണുള്ളത്? ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ടുവേഴ്സ് ദ ത്രോൺ, അതായത് സിംഹാസനത്തിലേക്ക് എന്ത് ചെല്ലുന്നത്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു മൂവി കാണുന്നത് പോലെ ആയിരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. സോ നമുക്ക് അതിൽ ഡീറ്റെയിലായിട്ട് പോകാം. ദ സിക്സ് ഫോൾഡ് വിഷൻസ് അബൌട്ട് the throne of heaven in chapter 4. First of all, on the throne. Okay, chapter 4 verse 2 നമ്മൾ ഓൾറെഡി വായിച്ച് കേട്ടല്ലോ. എന്താണ്? Immediately I was in the spirit, and behold, a throne was standing in heaven, and one sitting on the throne എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. Okay, so on the throne എന്താണ് ഈ സിംഹാസനത്തിന് മുകളിലുള്ളത്? ജീസസ് is sitting on the throne. യേശു കർത്താവ് ആ സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. So Jesus is sitting on the throne. If you go to Isaiah chapter 6 verse 1, let us read that portion. Isaiah chapter 6 verse 1, Isaiah also is receiving a vision from the Lord. Something is written there. Let's read that. Chapter 6 verse 1. In the year that King Uzziah died, I saw the Lord seated on a throne, high and exalted, and the train of his robe filled the temple. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഓക്കെ, അവിടെ എന്താ കാണുന്നത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടില് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. Isaiah saw the Lord sitting up on the throne, high and lifted up. ഉയർന്നും പൊങ്ങിയുമുള്ളതായിരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതേ കാഴ്ചയാണ് ഇവിടെ യോഹന്നാനും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന എന്നുള്ളതിനർത്ഥത്തിലാണ് സ്വർഗത്തിൽ കാണുന്നത്. ഉയർന്നിരിക്കുന്ന, സ്വർഗത്തിലിരിക്കുന്ന ആ സിംഹാസനത്തിന്റെ മുകളിലിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. That means the throne of God stands for the majesty of God. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രൗഢിയെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കാനായിട്ട്, ദൈവത്തിൻ്റെ തേജസ്സിനെ കാണിക്കാനായിട്ട്, അത്രയും പ്രൗഢിയോടുകൂടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് വെളിപ്പെടുത്താനായിട്ടാണ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 2ലും ഐസിയ ചാപ്റ്റർ 6 വേഴ്സ് 1ലും ഈ രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ സെയിം തിങ് യു ക്യാൻ സീ about Jesus Christ, who is sitting on the throne in Daniel chapter 7 also. In Daniel chapter 7 verses 9 and 10, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. അവിടെയും നമുക്ക് ആ ഒരു കാര്യം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ മറ്റൊരു പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. As I looked, thrones were set in place, and the Ancient of Days took his seat. His clothing was as white as snow. The hair of his head was white like wool. His throne was flaming with fire, and its wheels were all ablaze. A river of fire was flowing, coming out from before him. Thousands upon thousands attended him. 10,000 times 10,000 stood before him. The court was seated, and the books were opened. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഓക്കെ, സോ ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? Daniel saw many thrones. നിരവധി സിംഹാസനങ്ങളെ ദാനിയേൽ കാണുകയാണ് ഈ വാക്യത്തിനകത്ത്. ബട്ട് വൺ ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ മെയിൻ ത്രോൺ വാസ് ലൈക്ക് എൻ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ഒത്തിരി സിംഹാസനങ്ങൾ അവിടെ കാണുന്നുണ്ട് ദാനിയേൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം, ഐ ടോൾഡ് യു in the previous class also that
when we study from the book of Revelation, we will have to connect with, or we will have to refer the book of Daniel, book of Isaiah, book of Ezekiel, and all those books also will be referring. Okay, the same thing is written here in Daniel chapter 7, verse 9 and 10, which indicates that something is happening in book of Revelation, which is already mentioned in the Bible in the Old Testament. Like, Daniel saw many thrones, but at the same time, but one who is sitting on the main throne was like an ancient of days. Ancient of days എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വയോധികൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Ancient of days, അങ്ങനെ ഒരു പാട്ടുമുണ്ട്. Ancient of days, അല്ലെ? വയോധികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഇരിക്കുന്നത് വയോധികനായിട്ടാണ് അവിടെ കാണുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഹിസ് ഇറ്റേണാലിറ്റി, നിത്യത്വത്തെയാണ് കാണിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിത്യത്വം. വയോധികൻ എന്ന പദം കൊണ്ട് നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ വിചാരിക്കുന്നത് വയസ്സായിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുവെന്ന്. ഒരിക്കലുമല്ല. വയസ്സായ ഒരാൾ ഇവിടെ ഇരിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. തലയൊക്കെ നരച്ച് മുടിയൊക്കെ നരച്ച് വയസ്സായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു വയസ്സനാണെന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു വിഷനാണ്. ഈ വിഷനകത്ത് യേശുക്രിസ്തുവിനെ, he is sitting on the main throne. He was like an ancient of days. Ancient of days എന്ന് പറഞ്ഞാൽ വയോധികൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹിസ് ഇറ്റേണാലിറ്റി ആണ്, നിത്യത്വമാണ്. Okay, that is this is it is we are reading that in that particular verse. Okay, so that is the point that we need to understand. And in Revelation chapter 4 verse 3, okay, read that verse also. Revelation chapter 4 verse 3. And the one who sat there had the appearance of jasper and carnelian. A rainbow resembling an emerald circled the throne. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല. Okay, what is that? In Revelation chapter 4 verse 3, നമ്മൾ വായിക്കുന്നത് ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോട്. We see the one who was sitting on the throne of heaven was like a jasper. Okay, സൂര്യകാന്തത്തോട് തുല്യമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് യോഹന്നാൻ ഈ സിംഹാസനത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. What is this jasper? Jasper is a stone and a sardius stone in appearance, and there was a rainbow around the throne in appearance like an emerald. ഇത് വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിലും കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മറ്റു വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. Actually, we do not know what exactly these stones were, but it is sure that these stones were typically, it was of the most precious stones. അതായത് ഏത് വിധത്തിലുള്ളതായിരിക്കുന്ന കല്ലുകളാണ് ഈ സൂര്യകാന്തം അല്ലെങ്കിൽ പത്മരാഗം അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ, മരതകം എന്നൊക്കെ പറയുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കല്ലാണെന്ന്. സ്റ്റോൺസ് ആണ്, വിലപിടിപ്പുള്ള കല്ലാണ്. എന്ത് വിധത്തിലുള്ള ഏത് രീതിയിലുള്ളതെന്ന് നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കതിനെക്കുറിച്ച് അത്രയും ശക്തമായിട്ട് പറയാനൊക്കത്തില്ലെങ്കിലും വി ഷുവർലി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ഫോം ഓഫ് മോസ്റ്റ് പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. വളരെയധികം വിലപിടിപ്പുള്ള കല്ലുകളായിട്ടാണ് നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതും ഹിസ്റ്ററി ചിന്തിക്കുമ്പോഴും ഹിസ്റ്ററിയിലാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ലെറ്റ് us go to Ezekiel chapter 28 verse 13. എസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം, അത് വായിക്കാം. Ezekiel chapter 28 verse 13. You were in Eden, the garden of God. Every precious stone adorned you: ruby, topaz, and emerald, chrysolite, onyx, and jasper, sapphire, turquoise, and beryl. Your settings and mountings were made of gold. On the day you were created, they were prepared. Okay, thank you. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അല്ലെ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും സൂര്യകാന്തം, ജാസ്പർ എന്ന വാക്ക് നമുക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെ, സോർ രാജാവിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നു ലൂസിഫറിനെ കുറിച്ചാണെന്ന് പറയുന്നു. എനിവേ, okay, you can see that the stones, the precious stones,
These stones were the part of the rich array of the king of Tyre. സോർ രാജാവിൻ്റെ ഒരു മഹത്വത്തെ കാണിക്കാനായിട്ട് ആമേൻ അവിടെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ചില സ്റ്റോൺസിനെ കുറിച്ച്, രത്നങ്ങളെക്കുറിച്ചോ കല്ലുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട്? ഈ ആമേൻ സൂര്യകാന്തമുണ്ട്, അല്ലെങ്കിൽ ഈ ജാസ്പർ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു നിൽക്കുന്ന നല്ല ആമേൻ പവർഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കല്ലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആൻഡ് ഓൾസോ ലെറ്റ് us read Exodus chapter 28 verse 17. That also speaks about something like a precious stone. Exodus chapter 28 verse 17. 28:17 പുറപ്പാട് പുസ്തകം 28:17. 17. Then mount 4 rows of precious stone on it. In the first row there shall be a ruby, a topaz, and a beryl. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ ഒന്നാമത്തെ നിര. Okay, we read there also, there were precious stones on the breastplate of the high priest. അല്ലേ? വളരെ എന്താണ് മഹാപുരോഹിതന്റെ വസ്ത്രത്തിനകത്തുള്ളതായിരിക്കുന്ന ആ ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കല്ലുകളെ കുറിച്ചാണ് അവിടെയും സംസാരിച്ചിരിക്കുന്നത്. At the same time, in Revelation chapter 21 verse 19 also, you can see that again it talks about the precious stones which is used for the foundation of the holy city. Let us read Revelation chapter 21 verse 19. The foundations of the city walls were decorated with every kind of precious stones. The first foundation was jasper, the second sapphire, the third chalcedony, the fourth emerald. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം. ഓക്കെ, വിശുദ്ധ നഗരത്തെ അല്ലെങ്കിൽ എന്താണ് വിശുദ്ധ നഗരത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുമ്പോൾ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? വി സീ ദേർ വൺ ഹു വാസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഓഫ് ഹെവൻ വാസ് ലൈക്ക് എ ജാസ്പർ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ വിലപിടിപ്പുള്ള ഒരു വ്യക്തിത്വമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചുമൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ യോഹന്നാന് ഇത് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ഈ യോഹന്നാൻ, he was in Patmos, island of Patmos. There is nobody to help him. There is nobody to support him. There is nobody to give a word of encouragement. At the same time, he knew that somebody is sitting on the throne. Okay, ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഈ പത്മോസിൽ ഏകനായിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഒരു പക്ഷേ ഇവിടെയുള്ള ആർക്കും അത്ര പ്രഷ്യസ് ഒന്നുമല്ല. പക്ഷേ ആ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അത്ര പ്രഷ്യസ് ആയതുകൊണ്ട് എനിക്ക് ആ ക്രിസ്തുവിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഐലൻഡിൽ താൻ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ദർശനം കർത്താവ് യോഹന്നാന് കൊടുക്കുമ്പോൾ യോഹന്നാന് മനസ്സിലായി, നോ വറീസ്, ഈവൻ ദോ ഐ എം നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഫ്രം ദിസ് ഐലൻഡ്, ഈവൻ ദോ ദർ ഈസ് നോബഡി വിത്ത് മീ ഇൻ ദിസ് ഐലൻഡ്, ദർ ഈസ് നോബഡി ടു ഹെൽപ്പ് മീ, ദർ ഈസ് നോബഡി ടു ഷെയർ സംതിങ് encouraging words or something to me, but I believe that my Lord Jesus Christ is seated on the throne, which is very precious, made with the precious. Jesus Christ is precious for me. That is what we understand from this particular vision. And in the next slide, you are going to see about the jasper. Okay, സൂര്യകാന്തം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ആ സൂര്യകാന്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം. സാം നമ്പർ 104 verses 1 and 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് ജാസ്പർ? ജാസ്പർ ഇസ് എ സ്റ്റോൺ ലൈക്ക് എ ഡയമണ്ട് വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ദി അൺബെയറബിൾ ബ്രൈറ്റ്നസ്. അൺബെയറബിൾ ബ്രൈറ്റ്നസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സൂര്യകാന്തം എന്ന് പറയുന്ന ആ കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ് ജസ്റ്റ് ലൈക്ക് എ ഡയമണ്ട്, ഒരു ഡയമണ്ട് പോലെ which is standing for the unbearable brightness and light of the purity of God. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ
ആ വെളിച്ചത്തെ കാണിക്കാനായിട്ട്, ആ ബ്രൈറ്റ്നെസ്സിനെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമായിട്ടാണ് ജാസ്പർ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഡയമണ്ട് പോലെ. ഓക്കെ, കൻ യു റീഡ് ദാറ്റ് വേഴ്സ്? മേ ബി 104, Psalm number 104 verses 1 and 2. Praise the Lord, O my soul. O Lord my God, you are very great. You are clothed with splendor and majesty. He wraps himself in light as with a garment. He stretches out the heavens like a tent. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. ഓ, പ്രൈസ് ദി ലോർഡ്. വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അപ്പൊ വസ്ത്രം ധരിക്കുന്നത് പോലെ വെളിച്ചത്തെ ധരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതാണ് യോഹന്നാൻ കണ്ടത്. In Psalm number 104 verses 1 and 2, we read that God is covering himself with a light as with a cloak. ഒരു വസ്ത്രം എങ്ങനെ ധരിക്കുന്നുവോ അതുപോലെ വെളിച്ചത്തെ ധരിച്ചിരിക്കുന്ന നമ്മുടെ വെളിച്ചമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ബ്രൈറ്റ്നെസ് ആണ് ആ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കാണുന്നത്. സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനത്തിൽ കാണുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് പത്മരാഗം. പത്മരാഗം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്ന കല്ലാണ് സർദ്യസ് എന്ന് പറയുന്ന ഈ കല്ലിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ സർദീസ്. നമ്മൾ സർദീസ് സഭയെക്കുറിച്ച് പഠിച്ചു. സർദീസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ സ്ഥിരമായിട്ടും അവർക്ക് സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കല്ലാണ്, പ്രഷ്യസ് സ്റ്റോൺ ആണ് ഈ സർദ്യസ് എന്ന് പറയുന്നത്. സോ you can see that this sardius, the stone, is commonly found in Sardis, and its color is a kind of blood red. ഒരു എന്താണ് രക്തനിറത്തിലുള്ളതായിരിക്കുന്ന ഒരു കളറാണ് ഈ സർദ്യസിനുള്ളത് അല്ലെങ്കിൽ പത്മരാഗത്തിനുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ദാറ്റ് സ്പീക്സ് അബൌട്ട് ഗോഡ്സ് ജസ്റ്റിസ് ആൻഡ് wrath. അതായത് എന്താണ്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സർദ്യസ് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. അതേസമയം ദൈവത്തിൻ്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഗോഡ്സ് ജസ്റ്റിസ് ഈസ് വാല്യുബിൾ. ഗോഡ്സ് ജസ്റ്റിസ് ഈസ് പ്രഷ്യസ്. ആൻഡ് ഓൾസോ ഗോഡ്സ് wrath also is precious, because God is not going to pour out his wrath on the believers or on the righteous people, but God is going to pour out his wrath during the time of the judgment, during the time of, you can say, 7 years of great tribulation on the Gentile people, like those who are not believing in Jesus Christ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവം അയക്കാൻ പോകുന്ന ക്രോധത്തെക്കുറിച്ച് നമ്മൾ ഈ റെവലേഷൻ ബുക്കിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ പ്രഷ്യസ് തന്നെയാണ്. നമുക്കത് പ്രഷ്യസ് ആണ്. കാരണം നമ്മൾ കർത്താവ് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ജീവിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെട്ടു. പക്ഷെ അതേസമയം അത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ മാറി നിന്നതായിരിക്കുന്ന ആൾക്കാരുടെ മേൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു wrath അയക്കുന്നു, ഒരു ദൈവക്രോധത്തിൻ്റെ കലശങ്ങൾ അയക്കുന്നതായിട്ട് ബുക്ക് ഓഫ് റെവലേഷൻ നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ സീ ഓൺ ദ ത്രോൺ. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, അറൗണ്ട് ദ ത്രോൺ. ഓക്കെ, അപ്പം ഓൺ ദ ത്രോൺ, ഈ സിംഹാസനത്തിന് മുകളിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് തിങ്, ദ സെക്കൻഡ് തിങ് ദാറ്റ് അപ്പോസ്റ്റൽ ജോൺ ഈസ് വാച്ചിങ് on the throne is around the throne. Okay, എന്താണ് സിംഹാസന ചുറ്റിലും അല്ലെ? Let us read chapter 4, Revelation chapter 4 verses 3 and 4. Verses 3 and 4. 3 and 4. And the one who sat there had the appearance of jasper and carnelian. A rainbow resembling an emerald encircled the throne. Surrounding the throne were 24 other thrones, and seated on them were 24 elders. They were dressed in white and had crowns of gold on their heads. Okay. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല.
സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. ഓക്കെ, അവിടെ എന്താണ് റൗണ്ട് ദ ത്രോൺ, അതായത് ആ സിംഹാസനത്തിന് ചുറ്റും ചുറ്റിലും എന്തൊക്കെയാ കാണുന്നത്? വാട്ട് ഡിഡ് ജോൺ സീ അറൗണ്ട് ദ ത്രോൺ? ഓക്കെ, അറൗണ്ട് ദ ത്രോൺ ദർ വാസ് എ റെയിൻബോ ലൈക്ക് ആൻ എംറാൾഡ്. ദർ വാസ് എ റെയിൻബോ ലൈക്ക് ആൻ എംറാൾഡ്. ഓക്കെ, അതായത് കാഴ്ചയ്ക്ക് മരതകത്തോട് സാദൃശ്യമായ ഒരു പച്ചവില്ല്, കാഴ്ചക്ക് മരതകത്തോട് സാദൃശ്യമായ ഒരു പച്ചവില്ല് എന്നാണ് എഴുതിയിരിക്കുന്നത്. അറൗണ്ട് ദ ത്രോൺ ദർ വാസ് എ റെയിൻബോ ലൈക്ക് ആൻ എംറാൾഡ്. സോ എംറാൾഡ്, വാട്ട് ഈസ് എംറാൾഡ്? എംറാൾഡ് ഈസ് എ ഗ്രീൻ കളർ സ്റ്റോൺ. ഒരു പച്ച നിറത്തിലുള്ളതായിരിക്കുന്ന ഒരു കല്ലാണ് ഈ എംറാൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഗ്രീൻ കളർ ഷോസ് ദ ലൈഫ്. അതായത് ഈ ഗ്രീൻ കളർ എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, എസ്പെഷ്യലി ഇൻ ജെനസിസ് ചാപ്റ്റർ 8 നമ്മൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ഗ്രീൻ കളർ കാണുക, പച്ച നിറം കാണുക എന്ന് പറയുമ്പോൾ അത് ജീവനെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗോ ടു ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സസ് 10 and 11, you can see that after the flood, the second time Noah sent out the dove to know whether the water is died out. അല്ലേ? അപ്പം ഈ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന് 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ലൈഫാണ്, ജീവനാണെന്ന് പറയുന്ന റീസൺ അവിടെ കാണുന്നുണ്ട്. ഈ ഫ്ലഡ് എല്ലാം കഴിഞ്ഞ ശേഷമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നോഹ ആദ്യത്തെ പ്രാവശ്യം ഈ പ്രാവിനെ വിട്ടു, രണ്ടാമത്തെ പ്രാവശ്യം നോഹ ഈ പ്രാവിനെ വിടുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനായിരുന്നു? വെള്ളമെല്ലാം വറ്റിയോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തീർന്നോ എന്ന് അറിയാനായിട്ട്, വെള്ളം വറ്റിയോ എന്ന് അറിയാനായിട്ട് ഈ ഡോവിനെ വിടുന്നുണ്ട്, അല്ലേ? സോ ആഫ്റ്റർ ദ ഫ്ലഡ്, സെക്കൻഡ് ടൈം നോവ സെൻഡ് ഔട്ട് ദ ഡോവ് ടു നോ വെദർ ദ വാട്ടർ ഈസ് ഡ്രൈഡ് ഔട്ട്. ആൻഡ് ദ ഡോവ് റിട്ടേൺ ബാക്ക് വിത്ത് എ ഗ്രീൻ ഒലിവ് ലീഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ പ്രാവശ്യം വിട്ടപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം വിട്ടപ്പോൾ അത് അങ്ങനെ തന്നെ മടങ്ങി വന്നു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വിട്ടപ്പോൾ എന്താണ് കൊണ്ടുവന്നത്? ഒരു പച്ച ഒലിവില കൊണ്ടാണ് ഈ പ്രാവ് തിരിച്ചു വരുന്നതായിട്ട് നമുക്കവിടെ കാണുന്നത്. സോ the green rainbow stands for the mercy of God, by which alone we can meet his purity and justice. അപ്പം ഒരു പച്ച മഴവില്ലെന്നുള്ള അർത്ഥത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ലാണ്, പച്ചവില്ലെന്ന് മാത്രം മലയാളത്തിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഈ മഴവില്ലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കളർ പച്ചയാണ്, ഗ്രീനാണ്. സോ ഗ്രീൻ റെയിൻബോ ഈസ് ഓൾവേസ് സ്റ്റാൻഡിങ് ഫോർ ദ മേഴ്സി ഓഫ് ഗോഡ്. ഓക്കെ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ഇതിനെയൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബൈ വിച്ച് അലോൺ വി ക്യാൻ മീറ്റ് ഗാഡ്സ് പ്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ്. ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തെയും ദൈവത്തിൻ്റെ നീതിയെയും നമുക്ക് കാണാൻ കഴിയത്തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് മനസ്സിലാക്കാനായിട്ട്, ദൈവം നമ്മോട് എത്രത്തോളം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രീൻ റെയിൻബോ ആകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെ ചുറ്റിലും യോഹന്നാൻ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ദ അതർ 24 ത്രോൺസ് ഇവിടെ കാണുന്നുണ്ട്. ഏതാണ്? മറ്റ് 24 സിംഹാസനങ്ങൾ അവിടെ കാണുന്നുണ്ട്. 24 എൽഡേഴ്സ് അവിടെ കാണുന്നത്. ആ സിംഹാസനത്തിന്മേലെല്ലാം ഇരിക്കുന്ന 24 എൽഡേഴ്സിനെയും കാണുന്നുണ്ട്. ഓക്കെ, other 24 thrones are there, and also 24 elders are seated on the thrones. 24 മറ്റ് ഈ യേശുക്രിസ്തു ഇരിക്കുന്ന സിംഹാസനം കൂടാതെ മറ്റ് 24 സിംഹാസനങ്ങളും, ആ സിംഹാസനത്തിന്മേൽ 24 മൂപ്പന്മാരും ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ലെറ്റ് us see who are these 24 elders. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, there are different views on this. ഓക്കെ, ഈ 24 മൂപ്പന്മാരെന്ന് പറയുന്ന ആളുകൾ, 24 എൽഡേഴ്സ്, ഓക്കെ, അതാരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതാരാണ് ഈ 24 മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാമതായിട്ട് സം പീപ്പിൾ സേ they are 24 angels. ചിലർ പറയുന്നത് ഈ 24 മൂപ്പന്മാരെന്ന് പറയുന്നത്
24 ദൂതന്മാരാണെന്നാണ് ഒരു കൂട്ടം സ്കോളേഴ്സ് പറയുന്നത്. But at the same time, some other people says they are 24 representatives of Israel. ഇസ്രയേലിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രയേൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 24 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ആമേൻ ഈ 24 എൽഡേഴ്സ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് അക്കോർഡിംഗ് ടു Revelation chapter 7 verses 11 to 14, some people says that they are the 24 representatives who got saved during the time of great tribulation. അതായത് മഹോപദ്രവ കാലഘട്ടത്തിൽ ആ സമയത്ത് എന്താണ് രക്ഷപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന 24 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇതെന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. അതായത് ആമേൻ 24 റെപ്രസെൻറ്റേറ്റീവ്സും ഇത്രയും പേരെ എന്താണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത് രക്ഷപ്പെട്ടവരെ കാണിക്കാൻ വേണ്ടിയാണ് 24 എൽഡേഴ്സ് എന്ന് പറയുന്നതെന്നാണ് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സേസ് ദാറ്റ് ദേ ആർ ദ 12 patriarchs of Israel and also 12 apostles combined. ഓക്കെ, അതെന്താണ് 12 ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നല്ലോ പഴയ നിയമത്തിൽ. യാക്കോബിന്റെ മക്കള് 12 ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ തന്നെ 12 അപ്പോസ്റ്റലന്മാര് ന്യൂ ടെസ്റ്റ്മെന്റിലും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ 12 ഗോത്രപിതാക്കന്മാര് പഴയ നിയമത്തിലുണ്ട്, 12 അപ്പോസ്റ്റലന്മാര് പുതിയ നിയമത്തിലുണ്ട്. So some people says these 24 elders are 12 patriarchs of Israel and 12 apostles combined in the New Testament. And the last view is the 24 elders stand for the church in its totality. Okay, because the church is composed of Jews and Gentiles. അതായത് ഈ 24 എൽഡേഴ്സ് എന്ന് പറയുന്നത് ആമേൻ സഭയുടെ ടോട്ടാലിറ്റിയിൽ അങ്ങനെയാണ്. അതായത് സഭ മൊത്തത്തിൽ ഉണ്ട്. ദൈവസഭ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. നമുക്ക് ഓരോ ലോക്കൽ ചർച്ചസ് ഉണ്ട്. പക്ഷേ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, യു ക്യാൻ സേ ദ ഗ്ലോബൽ ചർച്ച് അല്ലെ, ദ യൂണിവേഴ്സൽ ചർച്ച്. യൂണിവേഴ്സൽ ചർച്ചിനെ നോക്കുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? ജ്യൂസുമുണ്ട്, ജെൻറ്റൈൽസുമുണ്ട്, യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. അപ്പോൾ the last view is the 24 elders stand for the church in its totality because the church is composed of Jews and Gentiles. Okay, so remember the 24 elders stand as representatives of the whole church, which one day in glory will worship in the presence of God himself. അതായത് ഇന്ന് ഭൂമിയിൽ കാണുന്നതും മുൻപുണ്ടായിരുന്നതുമായിരിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് മുൻപുണ്ടായിരുന്നവരുണ്ട്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശ്വാസികളുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുണ്ട്, ഇനി വരാനിരിക്കുന്ന വിശ്വാസികളുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. The 24 elders stand as representatives of the whole church. അതായത് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു 24 എൽഡേഴ്സിനെ കാണുമ്പോൾ this is the most accepted interpretation that we can get from the Bible, that about the 24 elders seated on the 24 thrones mentioned about the whole believers, the whole church, or the body of Jesus Christ, including the Jews and Gentiles. യഹൂദന്മാരും ജാതികളെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഉള്ളതായിരിക്കുന്ന ദ ഗ്ലോബൽ ചർച്ച്, യൂണിവേഴ്സൽ ചർച്ചിലുള്ളതായിരിക്കുന്ന എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഈ 24 എൽഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം പഴയ നിയമത്തിൽ 12 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, പുതിയ നിയമത്തിലും 12 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കാലഘട്ടം നോക്കുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാലാണ് സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ദർ ആർ മെനി റീസൺസ് ടു പ്രൂവ് ദാറ്റ് ഓൾ അതർ വ്യൂസ് ആർ നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ വ്യൂസ് ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതിന് ഒത്തിരി റീസൺസ് ഒക്കെ ഉണ്ട്. But because of lack of time, we are not going to discuss about those views. But just remember that this 24 elders is representing the whole church. Okay, so that's it. And if you go to the next slide, you can see that I'm going to give you some of the references which tells us about the 24 elders stand for the church in its totality. അതായത്
മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 24 എൽഡേഴ്സ് എന്ന് പറയുന്നത് സഭ മൊത്തമാണ്. അതായത് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന യൂണിവേഴ്സൽ ചർച്ചിൽ മൊത്തത്തിലുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. അതിനുള്ള റെഫറൻസസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നോക്കിപ്പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 12 എടുക്കണം. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 12 നമ്മൾ കാണാൻ സാധിക്കുന്നത് ദേ ഹാവ് ദ ത്രോൺസ് സോ ദേ ഹാവ് ദി അതോറിറ്റി. വായിക്കാമോ? 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 12. If we endure, we will also reign with him. If we disown him, he will also disown us. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. Okay. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഓക്കെ, നോക്കിയേ, ഈ 24 എൽഡേഴ്സിന് ഈ 24 എന്താണ് മൂപ്പന്മാർക്ക് എന്തുണ്ട്? ദേ ഹാവ് ദ ത്രോൺസ് അല്ലേ? ഈ 24 എൽഡേഴ്സിനും എന്തുണ്ട്? അവരുടേതായിരിക്കുന്ന ത്രോൺസ് ഉണ്ട്, സിംഹാസനം ഉണ്ടെന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഓക്കെ, സോ ദേ ഹാവ് ദി അതോറിറ്റി. എന്താണ്? ഈ ത്രോൺസ് ഉള്ളവർക്കെല്ലാം എന്തുണ്ട്? അതോറിറ്റി ഉണ്ട് അല്ലേ? അധികാരമുണ്ട്. ഓക്കെ, അപ്പം ഈ യേശുക്രിസ്തുവിന് മാത്രമല്ല ഈ 24 മൂപ്പന്മാർക്കും എന്തുണ്ട്? സിംഹാസനമുണ്ട്. സിംഹാസനം ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? ആ സീറ്റിനനുസരിച്ചുള്ള അതോറിറ്റി ഉണ്ട് അല്ലേ? അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. That's the reason in 2 Timothy chapter 2 verse 12 says that we will also reign with him. നാമും എന്ത് ചെയ്യും? ആ യേശുക്രിസ്തുവിനോടൊപ്പം വാഴും അല്ലേ? നാമും യേശുക്രിസ്തുവിനോടൊപ്പം വാഴും. അപ്പോൾ വാഴാനുള്ള, റൂൾ ചെയ്യാനുള്ള, റെയിൻ ചെയ്യാനുള്ളതായിരിക്കുന്ന അതോറിറ്റി നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ നമുക്കെല്ലാവർക്കും അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. That is what it is written in 2 Timothy chapter 2 verse 12 that we are going to reign with Jesus Christ because we have the authority, because we are the children of God. And also in Romans chapter 8 verse 17, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. They are sitting around the throne of Jesus. ആരാ? റെവലേഷൻ എന്താ കാണുന്നത്? ആ 24 മൂപ്പന്മാർ എവിടെ ഇരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ചുറ്റിലുമാണ്. സിംഹാസനത്തിന്റെ ചുറ്റിലുമാണ്. Let's read Romans chapter 8 verse 17. Now, if we are children, then we are heirs, heirs of God and co-heirs with Christ, if indeed we share in his sufferings, in order that we may also share in his glory. Amen. Hallelujah. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂടെ കൂട്ടവകാശികളുമാണ് നാം. ആരാണ്? വി ആർ ദ ഹേഴ്സ് ഓഫ് ഗോഡ് ആൻഡ് ഫെലോ ഹേഴ്സ് വിത്ത് ക്രൈസ്റ്റ് അല്ലെ? ക്രിസ്തുവിനോട് കൂടെ നാം കൂട്ടവകാശികളാണ്. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് റെവലേഷനിൽ ഈ 24 മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ സിറ്റിംഗ് അറൗണ്ട് ദ ത്രോൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റിലുമാണ് അവരിയ്ക്കുന്നത്. വേറെ അകലെയല്ല, ചുറ്റിലുമാണ് ഇരിക്കുന്നത്. റീസൺ എന്താ? നമുക്കും ഒരു കോ ഹെയർ ഉണ്ട് അല്ലേ? വി ആർ ഫെലോ ഹെയർസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് അല്ലേ? ഓക്കെ, അതാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത കാര്യം, think about these 24 elders. Their works are completed because they are sitting on the throne. അല്ലേ? അതായത് അവരുടെ ഈ 24 സിംഹാസനത്തിനും ഇരിക്കുന്നവരുടെ ജോലി അവർ തികച്ചതിന് ശേഷമാണ് അവരവിടെ വന്നിരിക്കുന്നത്. ചില ജോലികൾ തികച്ച ശേഷമാണ് ആ സിംഹാസനത്തിൽ അവർ ഇരിക്കുന്നത്. അല്ലാതെ ചുമ്മാ വതങ്ങി ഇരിക്കുമല്ല. അവർക്ക് ദൈവം ഏത് ജോലിയാണോ ഏൽപ്പിച്ചിരുന്നത് ആ ജോലി അവർ ഭൂമിയിൽ തീർത്ത ശേഷമാണ് ഈ സ്വർഗത്തിലുള്ള സിംഹാസനത്തിൽ അവർ ഇരിക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നത്. The same thing that we can read in John chapter 14 verse 3. Can you read, Andy? John 14:3. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be where I am. Amen. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ നമ്മളെ ഇവിടെ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ കം ആൻഡ് റിസീവ് യു ആൻഡ് വേർ ഐ എം സിറ്റിംഗ് ദർ യു മേ ബി ഓൾസോ. അതായത് ഞാൻ നിങ്ങളെ ഇവിടെ വന്ന് എന്ത് ചെയ്തോളാം? നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളെയും ഇരുത്തും. ആരെയാ ഇരുത്തുന്നത്?
those who overcame, those who have gone through all these problems and all those temptations and all these trials and temptations, and those who are victorious, they will be seated on the throne with Jesus Christ. അതാണ് നമുക്ക് ഈ റെവലേഷനിൽ കാണാൻ സാധിക്കുന്നത്. Again, think about these 24 elders. They are clothed with white garments എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്താണ്? വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് റെവലേഷനിൽ ഈ 24 മൂപ്പന്മാരും ഇരിക്കുന്നത്. ആൻഡ് ദേ ആർ റൈച്ചസ് വൺസ്. അവർ നീതീകരിക്കപ്പെട്ടവരാണ്, നീതിമാന്മാരായതുകൊണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? വൈറ്റ് ഗാർമെന്റ്സ്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ അവിടെ വെള്ള ഉടുപ്പ് എന്നാണ് മലയാളത്തിൽ കൊടുത്തത്. വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റീഡ് Revelation chapter 19 verse 8 also. Fine linen, bright and clean, was given her to wear. Fine linen stands for the righteous acts of the saints. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ആമേൻ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ എന്ന് പറഞ്ഞാൽ വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് വി ആർ ദ റൈച്ചസ് പീപ്പിൾ ആൻഡ് വി ആർ ദ പീപ്പിൾ ഹു ഈസ് ക്ലോത്ത് വിത്ത് വൈറ്റ് ഗാർമെന്റ്സ്. ഈ വെള്ള ഉടുപ്പ് ധരിക്കാനുള്ള അവകാശം നമുക്കാണ് ദൈവം ധരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശ്രേഷ്ഠ പദവിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദീസ് 24 elders, they are clothed with white garments and they are righteous people. And the same thing is happening with us, that we are the children of God and we are clothed with the white garments. Hallelujah. And also, there are golden crowns on their heads എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവരുടെ തലമേല് എന്താണ്? അവരുടെ തലമേല് പൊൻകിരീടം. വേഴ്സ് 4 ചാപ്റ്റർ 4 വേഴ്സ് 4 ഉണ്ട്. എന്താണ്? അവരുടെ തലമേൽ എന്താണ്? പൊൻകിരീടം വെച്ചിരിക്കുകയാണ്. Okay. So there are golden crowns on their heads എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So the Greek word used for golden crown is Stephanos. Stephanos is the Greek word which is used for the golden crown. Okay, so Stephanos. Okay, this is given for the faithful overcomers. എന്താണ്? വിജയിച്ചു വരുന്നവർക്ക്, അല്ലെങ്കിൽ എന്താണ്, ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന, വിശ്വസ്തന്മാർക്ക് കൊടുക്കുന്ന ഒരു കിരീടമായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. Okay, which is mentioned in James chapter 1 verse 12 also. Okay, there are 2 verses, but we will read only one verse. James chapter 1 verse 12. James chapter 1 verse 12. Yeah. മലയാളത്തിൽ എടുത്തെങ്കിൽ വായിച്ചു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. വായിച്ചു വേണ്ടി. Blessed is the man who perseveres under trial, because when he has stood the test, he will receive the crown of life that God has promised to those who love him. Amen. കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത്? ദൈവം അവന് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. Okay, so the Greek word which is used for golden crown is Stephanos, which is given for the overcomers, the faithful people, the faithful overcomers. വിശ്വസ്തയോടുകൂടെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 verse 4 അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, about the children of God. Okay, so we are going to receive that. Okay, so we are not going to read that verse. Okay, we know that. Okay, so these are the reasons that we believe the 24 elders are the all saints of God, like believers from the Old Testament and the New Testament period. Okay, the whole church, the universal church, the believers from the universal church. Okay, so that is what we have seen from this portion. And also we read in chapter 4 verse 4 that these 24 elders are dressed in white garments and they had crowns of gold on their heads. Okay, so let us also submit ourselves in the mighty hand of God. We have been listening from chapter 4 verses 1 through 4, many things, because we know that we are the people who are called by God. We are the people known as the children of God. So let us also submit ourselves in the mighty hand of God, and we're going to pray. John Sar is going to pray now. Let us submit ourselves in the mighty hand of God and pray that, Lord, help us also to be faithful in this world, in this wretched world. We know that this world is not suitable for
the believers. But at the same time, God is enabling us to be faithful in the presence of God, and we are going to receive the crown. We are going to receive, and we are going to become the fellow heirs with Jesus Christ. Amen. So we are also going to be seated on the throne in heaven, with Jesus Christ. അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ആ സിംഹാസനത്തോട് ചേർന്ന് ചുറ്റിലും നമ്മളും ഇരിക്കാൻ പോവുകയാണ്. 24 എൽഡേഴ്സ് എന്ന്, 24 മൂപ്പന്മാരെന്ന് പറയുന്നത് 24 പേര് മാത്രമല്ല, നമ്മളെല്ലാവരും പ്രതിദാനം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ആ സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവിനോട് കൂടെ വാഴുമെന്നുള്ളതായിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ ജീവിപ്പാൻ തക്കണം, വിശ്വസ്തയോടുകൂടെ നമ്മുടെ ജീവിതം തികയ്ക്കുവാൻ തക്കണം. ആ സ്റ്റെഫനോസ് എന്ന് പറയുന്ന ആ ക്രൗണ് നമുക്ക് കിട്ടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും സമർപ്പിക്കാം.